എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ജാനൂട്ടിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. ആദ്യത്തെ ബർത്ത്ഡേ, ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ജാനൂട്ടിൻ്റെ അല്ലേ. അപ്പോൾ ഞങ്ങളിത് ഈ പാർക്കിൽ വന്നിട്ട് ചുമ്മാ ഒരു കനോപ്പി സെറ്റപ്പൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും. അപ്പോൾ എങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ഡേ എന്നുള്ളത് കാണാം. തിങ്കൾ തേരേറി വർണ്ണപ്പൂവിൻ തേൻ തേടി പേലിത്തുമ്പിൽ കൈമാറും മോഹങ്ങളെ എന്നും നിന്നെ കൺകോണിൽ നിന്നും പൊന്നായി കാത്തോളം ഒന്നും മിണ്ടാതെന്തേ നീ നിൽപ്പൂവിൽ. ജാനൂട്ടിയുടെ ആദ്യത്തെ ബർത്ത്ഡേ ആഘോഷിച്ച വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് ഇന്നത്തെ വ്ളോഗ്. ഇതിപ്പം ബർത്ത്ഡേൻ്റെ തലേദിവസമാണ്. ഞങ്ങൾ ചെറിയൊരു ഫോട്ടോഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ജാനൂട്ടിനെ ഒരുക്കിയിട്ടിരുത്തിയതാണ്. മുട്ടൂത്തി ഓടാനും നടക്കാനും ഒക്കെ തുടങ്ങിയതുകൊണ്ട് തന്നെ ഒരവിടെ പിടിച്ചിരുത്തി കഴിഞ്ഞാൽ ഇരിക്കലേ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഫോട്ടോസ് എടുക്കാൻ ഭയങ്കര കഷ്ടമായിരുന്നു. എന്തായാലും എങ്ങനെയൊക്കെയോ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ബർത്ത്ഡേ ദിവസമാണ്. അപ്പം ജാനൂട്ടിനെ ഇങ്ങനെ ബലൂൺസൊക്കെ അടുത്ത് വെച്ചതിന് ശേഷം ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്യാൻ ഞങ്ങൾ ചുറ്റും ഇരുന്ന് ഉണരുന്നത് വരെ കാത്തിരിക്കുകയായിരുന്നു. പിന്നെ ഇന്നൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ലീവ് എടുത്തിരിക്കുകയാണ്. വിക്കിയും സ്കൂളിൽ പോയിട്ടില്ല, ഏട്ടനും ഓഫ് എടുത്തു. എന്നിട്ട് നമ്മളൊരു കുഞ്ഞ് സെലിബ്രേഷൻ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിനുശേഷം പിന്നെ ഒരു വീക്കെൻഡിൽ എല്ലാവർക്കും ഫ്രീ ആയ ദിവസം നോക്കിയിട്ട് എല്ലാവരും വിളിച്ച് ഒരു ചെറിയൊരു പാർട്ടിയും കൂടിയിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ജാനൂട്ടിനെ രാവിലെ എണീറ്റ് വിളിച്ച് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയുന്നുണ്ടെങ്കിലും ജാനൂട്ടിക്കൊന്നും മനസ്സിലാവണില്ല ഇതെന്താ സംഭവം എന്ന്. പിന്നെ ബലൂണൊക്കെ കണ്ടതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അങ്ങനെ അത് വെച്ച് കളിക്കുകയായിരുന്നു. നാട്ടിൽ നിന്ന് ജാനൂട്ടിക്കായിട്ട് കൊടുത്ത പിറന്നാൾ സമ്മാനമാണ്. അപ്പം അതൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒരുങ്ങി നിന്ന് വീഡിയോ കോളൊക്കെ ചെയ്യുമായിരുന്നു. വീട്ടിലോട്ട് വിളിച്ച് എല്ലാവരെയും കാണിച്ച് അവരുടെ വിഷസൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ ഒരു കേക്ക് സ്മാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. കേക്കൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കാമെന്നായിരുന്നു വിചാരിച്ചേ. പക്ഷേ നമ്മളിതിപ്പം പുറത്തുനിന്ന് വാങ്ങിച്ചു. ഇത് സ്വീറ്റ് ഇല്ലാത്ത കേക്കാട്ടോ. അപ്പോൾ എത്ര ജാനൂട്ടി കഴിക്കുന്ന അറിയില്ല, അതുകൊണ്ട് തന്നെ മധുരം ആഡ് ചെയ്യാത്ത കേക്ക് സ്പെഷ്യലായിട്ട് വാങ്ങിച്ചതാണ്. കേക്കിനെയൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് സ്മാഷൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ല. നല്ല ഡീസൻ്റ് ആയിട്ടായിരുന്നു കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് മെസ്സി ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ആദ്യത്തെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വിക്കി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പം പിന്നെ ഓടി വന്ന് ജാനൂട്ടിൻ്റെ കൂടെ ഇരിക്കുകയായിരുന്നു. அதனால நீ என்ன சாப்பிடுற? டாடா. Thank you. டாடா. Abba. Yummy 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 cream yummy 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 cream. നമ്മളപ്പോൾ ഇന്ന് അടുത്തുള്ള ഒരു പാർക്കിൽ പോയിട്ടൊന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ചു. ജാനൂട്ടിൻ്റെ ബാക്കി ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ അവിടെ ആവാമെന്ന് വിചാരിച്ചിട്ടാണ്. ജാനൂട്ടി ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഇപ്പം പാർക്കിലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ജാനൂട്ടിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെളിയിൽ പോകണം. പാർക്കിലാണ്, ദൂരമൊന്നുമല്ല, അടുത്ത് തന്നെയാണ് പോകുന്നത്. അപ്പം അവിടെ പോയിട്ട് ഇപ്പം ഇച്ചിരി വെയിലുണ്ടല്ലേ, തണുപ്പുണ്ട് ഇന്ന്. പക്ഷെ നല്ല ക്ലൈമറ്റാണ്. എവിടെ അപ്പുറത്ത് നല്ല ക്ലൈമറ്റാണ്. കേൾക്കുണ്ടോയെന്ന് അറിയില്ല വണ്ടികളെ മൂലം, വണ്ടികളുടെ സൗണ്ട്. മഴ പെയ്യുമോ? അപ്പോൾ വീട്ടിലെ കേക്ക് സ്മാഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ പോവാണ്. ഈ ക്യാമറ ഇളകുണ്ടല്ലോ, ഒരു ഷേക്കുണ്ട്. ഞാനൊട്ടി എന്താണെന്ന് അറിയാണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അല്ലേ. നമ്മൾ ഇന്നിപ്പം റെഡാണ്, റെഡ് ടീമാണ് ഇട്ടിരിക്കുന്നത്. അല്ല റെഡല്ല, ഒരു ചെറിയ എന്താ പറയുന്നത്, എന്ത് കളറാണ് ഇതിനെ പറയുന്നത്? ബർഗണ്ടി കളർ. ബർഗണ്ടി പറഞ്ഞു, റെഡ്. നമ്മളിപ്പോൾ പാർക്കിലെത്തി. ഇനിയിപ്പോൾ ഇവിടെ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്തിട്ട് വെറുതെ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെന്താ പിസ്സയൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് പോവാം അല്ലേ. യെസ്. അപ്പോൾ നമ്മളിവിടെ പാർക്കിൽ വന്ന് ജസ്റ്റ് ഒരു കനോപ്പി പോലെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കുഞ്ഞ് ഡെക്കറേഷനൊക്കെ ചെയ്ത് അവിടെ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ പിസ്സയൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് പോവാം വീട്ടിലോട്ട് എന്നുള്ളതൊക്കെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. പിന്നെ അപ്പുറത്ത് തന്നെ പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ വിക്കിക്കും ബോറടിക്കുകയാണെങ്കിൽ പോയി കളിക്കാം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് പിന്നെ ഇവിടെ ഇരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ കുറച്ച് സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇതുപോലെയൊക്കെ ആക്കിയെടുത്തു. മുഴുവനും വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല.
ഇനി കുറച്ച് ബലൂൺസൊക്കെ കൊണ്ടുവന്നതൊന്ന് വീർപ്പിച്ചെടുക്കുകയാണ്. ഒരുപാട് ബലൂൺസൊന്നും എടുത്തില്ല, കാരണം അത് ഇങ്ങനെ ഊതിയിട്ടൊരു പരുവമാവുമല്ലോ, കാറ്റടിക്കാനുള്ള ആ സംഭവം ഉണ്ട്. എന്നാലും അതൊരു പണി തന്നെയല്ലേ ബലൂൺസൊക്കെ വീർപ്പിച്ചെടുക്കുക എന്നുള്ളത് തന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ബലൂൺസ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. പിന്നെ 1 എന്നൊക്കെ എഴുതിയത് ജാനൂട്ടിയൊക്കെ ഇങ്ങനെ വെച്ചതിനെയൊക്കെ എടുത്ത് മാറ്റണ്ടായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കാരണം അവർക്ക് ഒന്നും അറിയില്ല ഈ പ്രായത്തിൽ. അത് പിന്നെ നമ്മൾ ഈ ഫ്രണ്ടിൽ തന്നെ വെക്കുകയും ചെയ്യണ്ടേ, സൈഡിലോ ബാക്കിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാണാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറേയൊക്കെ പണിപ്പെട്ട് കഷ്ടപ്പെട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഫാമിലി ഫോട്ടോസ് എടുത്ത് പിന്നെ നമ്മളവിടെ കുറച്ച് നേരം ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് സമയം പോയതൊന്നും അറിഞ്ഞില്ല. അപ്പോഴത്തേക്കും ഇരുട്ടായിട്ടോ, വൈകുന്നേരമായി. അപ്പം ഞങ്ങൾ പാർക്കിലിരുന്ന് തന്നെ പിസ്സ കഴിക്കാമെന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇരുട്ടായതുകൊണ്ട് പിന്നെ പിസ്സ വന്ന് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ലേറ്റ് ആവും എന്നുള്ളതുകൊണ്ട് വീട്ടിലോട്ട് പിസ്സ ഓർഡർ ചെയ്യാം, അങ്ങനെ ആകുമ്പോൾ സമാധാനത്തോടുകൂടെ പോയിരുന്ന് കഴിക്കാം എന്ന് വിചാരിച്ചു. ജാനൂട്ടിയും കുറച്ചൊക്കെ ഇങ്ങനെ വാശി കാണിക്കാൻ തുടങ്ങി. ഒത്തിരി നേരമായതല്ലേ, രാവിലെ തൊട്ട് തുടങ്ങിയതാണ് ഈ പരിപാടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ നോക്കി ബൈ പറയൂ, ബൈ പറയൂ, ബൈ. ചിപ്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇരുട്ടായി കേട്ടോ കുറച്ച്. എന്താ ജാനൂട്ടി? അയ്യോ ജാനൂട്ടിക്ക് ചിപ്സ് വേണം. അപ്പോൾ നമ്മൾ വീട്ടിൽ പോകാൻ പോകണത് അപ്പുറത്ത് പാർക്കുണ്ട് വിക്കി, അവിടെ പോയി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ജാനൂട്ടി ഇച്ചിരി ക്രാങ്ക് ആവാൻ തുടങ്ങി, വെള്ളം വയ്ക്കാൻ തുടങ്ങിയപ്പോൾ എന്തായാലും നമ്മൾക്ക് എന്തായാലും വീട്ടിൽ പോവാമെന്ന് വിചാരിച്ചു. വീട്ടിൽ പോയിട്ട് ജാനൂട്ടി. അങ്ങനെ പിറന്നാൾ ദിവസത്തെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ വീക്കെൻഡിലെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസൊക്കെയാണ്. വലുതായിട്ടുള്ള ആഘോഷമൊന്നുമില്ല, ഒരു കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷൻ. നമ്മുടെ അടുത്ത ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട്, കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ മാത്രം വിളിച്ചിട്ടുള്ള ഒരു ആഘോഷമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ റിട്ടേൺ ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടിയിട്ട്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ എഴുതിയിട്ടുള്ള ഒരു സംഭവം നമ്മളിങ്ങനെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തൂക്കിയിടാനുള്ള ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അത് പക്ഷേ ഞാൻ വിചാരിച്ച കളർ ഇതല്ലായിരുന്നു, ഒരു ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന കളറാണ് നമ്മൾക്ക് ഫോട്ടോയിൽ കാണുമ്പോഴൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പം ഒരു കാർഡ്ബോർഡിൻ്റെ കളറ് തോന്നി. പിന്നെ കുഴപ്പമില്ല, നമ്മൾക്കിങ്ങനെ വെച്ച് കഴിയുമ്പം അത് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ലെറ്റേഴ്സ് കാണണമല്ലോ. അത് നമ്മൾ ഔട്ട്ഡോറാണ് പ്ലാൻ ചെയ്യണത്, ബർത്ത്ഡേ പാർക്കിൽ തന്നെയാണ്. അപ്പോൾ കാണാനൊക്കെ പറ്റുമെന്ന് വിചാരിക്കണു. എന്തായാലും ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം നോക്കാം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഇപ്പം ജാനൂട്ടിൻ്റെ ജനിച്ചപ്പോൾ മുതലുള്ള ഈ ഒരു 12 മാസത്തെയും നമ്മളിങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ട് അതാണ് ഈ ഹാപ്പി ബർത്ത്ഡേയിൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഒട്ടിക്കല്ല, ജസ്റ്റ് അതിനകത്ത് ഇങ്ങനെ ചേർത്ത് ജസ്റ്റ് വയ്ക്കാൻ പറ്റുന്ന രീതിയിലാണെന്ന് ഉണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ അത് അടുത്ത ഒരു കുക്കിങ്ങും കൂടിയിട്ടുണ്ട്. സ്വീറ്റ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇത് കസ്റ്റർഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പം വിക്കിയും ക്രീമൊക്കെ ഉണ്ടാക്കാൻ ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഫ്രൂട്ട്സ് കട്ട് ചെയ്യണമല്ലോ, അപ്പം അതും ഏട്ടനും ഒക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഫ്രൂട്ട് കസ്റ്റർഡാണ് ഉണ്ടാക്കിയത്. അതൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മൾ ഈ പാർക്കിലെത്തി. ഇവിടെയാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട്. അവരുടെ ഹെൽപ്പാണ് മെയിനായിട്ട് ഈ ഒരു ബർത്ത്ഡേനെ അടിപൊളിയാക്കിയതെന്ന് പറയാൻ കാരണം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനും അതുപോലെ മൊത്തം ഡെക്കറേഷനൊക്കെ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ടായിരുന്നു ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. കേക്ക് കട്ടിങ് ഉച്ചയ്ക്കാണ്. അപ്പോൾ നമ്മളിപ്പം നേരത്തെ തന്നെ എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെക്കണമല്ലോ. അപ്പം പാർക്കായതുകൊണ്ട് തന്നെ തലേ ദിവസം ഒന്നും വന്ന് ഒന്നും റെഡിയാക്കി വെക്കാൻ പറ്റില്ല, അന്നത്തെ ദിവസം തന്നെ വരണം. അപ്പോൾ എല്ലാവരും റെഡിയായതിന് ശേഷം ഇവിടെ വന്ന് പിന്നെ എല്ലാം ഡെക്കറേറ്റ് ചെയ്യുന്ന പരിപാടികളിലോട്ട് കടന്നതാണ്. നമ്മുടെ ബേബി ഷവറും അതുപോലെ എല്ലാ സംഭവങ്ങളൊക്കെ ഈ ഒരു പാർക്കിലായിരുന്നു കേട്ടോ. ഈ ഒരു പാർക്ക് അതുകൊണ്ട് തന്നെ ജാനൂട്ടിക്ക് സ്പെഷ്യലാണ്. ജാനൂട്ടി ജനിക്കുന്നതിന് മുൻപ് തൊട്ടേ
ഇവിടുത്തെ ഞങ്ങളുടെ മലയാളി ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ജാനൂട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരുക്കങ്ങൾ തുടങ്ങിയതായിരുന്നു. ഇപ്പോഴും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാണ്. എന്തായാലും ഈ ഒരു ബർത്ത്ഡേ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും വലിയ ആഘോഷങ്ങളൊന്നും പിന്നീട് ഇനി ജാനൂട്ടിക്ക് വേണ്ടിയിട്ട് എന്തായാലും അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അപ്പം ഇത് ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഒന്ന് കുറച്ച് ഗ്രാൻഡായിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിക്കിക്കുട്ടൻ്റെയും ബർത്ത്ഡേ നല്ല അടിപൊളിയായിട്ടായിരുന്നു ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ബർത്ത്ഡേ. അപ്പോൾ ജാനൂട്ടി ഇനി ഫ്യൂച്ചറിൽ ചോദിക്കരുതല്ലോ എന്തുകൊണ്ട് എൻ്റെ ഒന്നും നേരെ ആഘോഷിച്ചില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു വലിയ സെലിബ്രേഷൻ. അതെ, ഇപ്പം ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ജാനൂട്ടിക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പം ഇവിടെ സെറ്റ് ചെയ്ത് നല്ല എല്ലാം അടിപൊളിയാക്കി വെച്ചിരിക്കുക കേട്ടോ. നല്ല ലൈറ്റൊക്കെ നോക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ സൂര്യനും അതുപോലെ മരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് സൂര്യൻ ഒരവിടെ തന്നെ നിൽക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് വെക്കും തോറും ഇങ്ങനെ ഷെയ്ഡ് ചെറുതായിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മളതേ കേക്കൊക്കെ ഇവിടെ അടുത്ത ഷോപ്പ് റൈറ്റ് എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചു. പിന്നെ ജാനൂട്ടിക്ക് നമ്മുടെ തീം എന്ന് പറയുന്നത് ഒരു ഡസ്കി പിങ്ക് ആട്ടോ. പിന്നെ ജാനൂട്ടിക്ക് യെല്ലോ കളർ, അതുപോലെ കേക്കും ഈ ഒരു മഞ്ഞ കളറിലാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ജാനൂട്ടിക്കും ഒരു ഡസ്കി പിങ്കിലുള്ള ഒരു ഉടുപ്പ് കൂടിയിട്ട് ഉണ്ട്. അത് നമ്മൾ ഈ കേക്ക് കട്ടിങ് കഴിഞ്ഞതിന് ശേഷം ഇടാമെന്ന് ഓർത്തു. അതെ, 1 വീണു. ഇത് തന്നെ കേട്ടോ ഇവിടെ പരിപാടി. ഞങ്ങൾ റെഡിയാക്കി വെക്കുക, അതിൽ വെയിറ്റ് ഇല്ല ഇതിനകത്ത്, അതുകൊണ്ട് തന്നെ വീണുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ബാക്ക്ഗ്രൗണ്ട് വരെ വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ പിന്നെ അവസാനം എല്ലാവരും കറക്റ്റാക്കി സെറ്റാക്കി നിർത്തി. എന്തായാലും ജാനൂട്ടിക്ക് ഇത് നന്നായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഉറങ്ങണ ആ ഒരു ടൈം ആയതുകൊണ്ടാണ്. പിന്നെ എന്തായാലും ബർത്ത്ഡേ ആയിട്ട് അങ്ങനെ വലിയ വാശിയൊന്നും കാണിക്കില്ല, അങ്ങനെ കരച്ചിലോ ബഹളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് വേണേൽ ഉറക്കാമെന്നിങ്ങനെ പ്ലാൻ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ജാനൂട്ടി ആണെങ്കിൽ ഇതിവിടെയൊക്കെ ഇപ്പം എന്താ നടക്കുന്നതെന്നുള്ള ഒരു മുഖഭാവമായിരുന്നു. നമ്മളിപ്പോൾ ഇനി ഫൈനൽ ഡെക്കറേഷനിലോട്ട് പോവാണ്. ജസ്റ്റ് നമ്മുടെ ടേബിളിൽ കപ്പ് കേക്കും അതുപോലെ ഡോണറ്റ്സൊക്കെ വെക്കണതും. പിന്നെ കേക്ക് ഞാൻ 2 സെപ്പറേറ്റ് ആയിട്ടാണ് വാങ്ങിച്ചത്. അതിന് ശേഷം ലെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആകുമ്പോൾ 2 ലെയർ കേക്ക് പോലെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ വെയിറ്റ് ഉണ്ടായിരുന്നു. അവർ വാങ്ങിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ ചോദിച്ചപ്പം പറഞ്ഞു എങ്ങാനും മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വെയിറ്റ് കാരണം ഉള്ളിലോട്ട് പോകുന്നുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ അങ്ങനെ വെച്ചില്ല, ഇതുപോലെ 2 ആക്കി വെച്ചു. ബാക്കി ഈ ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഷെയ്നിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. ഷെയ്നാണോ ടീമോ ആണോ ഓർമ്മയില്ല, ഏതോ ഒരു സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പം പ്ലെയിൻ കേക്ക് ഓർഡർ ചെയ്തിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ഡെക്കറേറ്റീവ് തിങ്സ് ഒക്കെ വെച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ടാണ്. Kids எல்லாம் போங்க கிட்ட போய் நில்லுங்க பாப்பா. Dear Januti, happy birthday to you. Clap kids. Asli clap. എല്ലാരും കൂടെ എല്ലാരും കൂടെ ഒരുമിച്ച് നിൽക്കാനോ?
ஆன்ல தான் இருக்கு, எல்லாரும் கவர் ஆகுது. ஓகே ஓகே ஓகே. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും കൂടിയിട്ട് ഫോട്ടോസ് എടുക്കുകയാണ്. എല്ലാവരും ഒരുമിച്ച് നിന്നും അതുപോലെ ഫാമിലീസൊക്കെ ആയിട്ടും കൂടെയിട്ട് ഇങ്ങനെ ഫോട്ടോസ് എടുത്തതിന് ശേഷം പിന്നെ നമ്മൾക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതും കൂടിയിട്ട് എടുക്കാൻ പോകണം. അപ്പോൾ ഇത് ഫോട്ടോ സെഷൻ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണത്തിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. கொஞ்சம் கிட்ட வந்துருங்க. ஓகே ரெடி. നമ്മൾ പൊറോട്ടയും അതുപോലെ ബീഫും അപ്പം കുറുമ പിന്നെ കട്ട്ലറ്റ് സ്വീറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഒത്തിരി നാളായതുകൊണ്ട് എന്തൊക്കെയായിരുന്നു വിഭവങ്ങളെന്നും കൂടെ കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഇതിനകത്ത് കണ്ടത് മാത്രമാണ് ഞാൻ ജസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്തത്. നമ്മുടെ പ്രോഗ്രാം ഇവിടെ നടക്കുന്നു, അതിൻ്റെ അപ്പുറത്ത് തന്നെ അവിടെ വേറൊരു മ്യൂസിക് പ്രോഗ്രാമും കൂടെ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെയാണ് നിങ്ങൾക്ക് ഇതിൽ കേൾക്കാൻ പറ്റുന്നത്. അങ്ങനെ പിന്നെ എല്ലാവരും കൂടിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് നേരം കഴിഞ്ഞതും എല്ലാവരും വീട്ടിലോട്ട് മടങ്ങുകയാണ് ചെയ്തത്. ഇങ്ങനെ കാണിച്ചു തരുമ്പോ ഇനി കൊടുക്ക, കയ്യിൽ കൊടുക്ക. താങ്ക് യു താങ്ക് യു പറ. വായിക്കണോടാ ജാനോട്ടി. അതന്നെ, ഹാപ്പി ബർത്ത്ഡേ അതാ. താങ്ക് യു താങ്ക് യു. താങ്ക് യു. ജാനുട്ടിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്യണം, അൺബോക്സിങ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും വിക്കിക്ക് ഗിഫ്റ്റ്സ് ഒക്കെ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ജാനുട്ടിക്ക് പിന്നെ ഇതിൻ്റെ ഒന്നും ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇപ്പം ഉണ്ടാവില്ല, കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാലേ ഉണ്ടാവുള്ളൂ. അപ്പം ഇതൊരു പ്ലാനിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഓർത്ത് വന്നാൽ പിന്നെ ഈ ഒരു ഗിഫ്റ്റ് അൺബോക്സിങ്ങും കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ജാനുട്ടിക്ക് ബർത്ത്ഡേ വിഷസൊക്കെ അറിയിച്ച എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ. ബൈ ബൈ.